ശബരിമല തന്ത്രിയായ എന്റെ മുത്തശ്ശൻ കണ്ഠരര് മഹേശ്വർക്ക് ഈ വിഷയത്തിൽ വിയോജിപ്പില്ല. പിന്നെ ആർക്കാണ് വിയോജിപ്പ്? എന്റെ മുത്തശ്ശന്, ഞാൻ അതുകൊണ്ടായി പബ്ലിക് വേദിയിൽ തുറന്നു പറയുന്നത്, ഞാൻ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അതിൽ യാതൊരു തത്വാധിഷ്ഠിതമായ തെറ്റുമില്ല. എനിക്ക് ഈ 85-86 വയസ്സായി, എനിക്കായിട്ട് ഇത് ഇറക്കാൻ കഴിയില്ല. നിങ്ങൾ അത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ ഞാനത് എൻഡോസ് ചെയ്തു തരാം. ഞാൻ ഈ വേദിയിൽ വെച്ച് ഡയലോഗിനല്ല, നമ്മുടെ 2-3 ക്രൈറ്റീരിയൻസ് ഉണ്ട്. ഒരു 10ാം ക്ലാസ് ജയിക്കണം, ദേവസ്വം കൊണ്ട് അഭിപ്രായത്തിൽ 10ാം ക്ലാസ് ജയിക്കണം, 10 വർഷം പൂജ എക്സ്പീരിയൻസ് നിരന്തരമായി വേണം. അങ്ങനെ നാളെ KPMS സമുദായത്തിലെ ഒരു നല്ല പൂജാരിയെ പ്രഗത്ഭനായി ഉണ്ടാക്കിയാൽ അടുത്ത വർഷം ശബരിമല മേൽശാന്തിയായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നതിന് മുത്തശ്ശന്റെ കൂടെ പേരിൽ പൂർണ്ണമായ പിന്തുണ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യും. അത് ഡയലോഗിനല്ല, കഴിഞ്ഞ വർഷം ഞങ്ങൾ ശ്രമിച്ചു. അപ്പൊ എന്താണ് നമുക്ക് അവിടെ വിഘാതമായി നിൽക്കുന്നത്? നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഈ കാര്യങ്ങളിൽ നമുക്ക് പുരോഗമനപരമായ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് പാണ്ഡിത്യം ആർജിക്കുന്നതാണ്, ബ്രാഹ്മണ്യം ആർജിക്കുന്നതാണ്, പൂജ പഠിക്കേണ്ടതാണ്. പക്ഷേ അവ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാലിയം വിളംബരത്തിന് ശേഷം, ശ്രീനാരായണ ഗുരുവിന് ശേഷം, വിവേകാനന്ദന് ശേഷം നമുക്ക് അവ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നം നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. ആ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നമ്മളെയാണ് വിവേകാനന്ദൻ നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് വിളിച്ചത്. നിങ്ങളിൽ ജാതീയത നിൽക്കുന്നത് കൊണ്ടും നിങ്ങളിൽ നിന്ന് ആൾക്കാർ ജാതി മാറി വേറെ മതത്തിൽ പോയാൽ അവർക്കൊക്കെ ഈ അമ്പലത്തിന്റെ മുമ്പിലൂടെ നടക്കാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒരുവൻ ഹിന്ദുവായി തന്നെ സ്വന്തം ജാതിയിൽ തുടർന്നാൽ ഈ അമ്പലങ്ങളുടെ മുമ്പിലൂടെ നടക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് എന്തു യുക്തിയുണ്ട്? ഈ മലബാറികൾക്ക്, മലയാളികൾക്ക് ഭ്രാന്താണ് എന്ന് ആ സ്വാമി വിവേകാനന്ദൻ നമ്മളെ ഓർപ്പിച്ചത് എത്രയോ സത്യമാണ്.